വചനം 33 വാക്കർത്ഥം. വഖാലൽ മലഉ പ്രമുഖ സംഘം പറഞ്ഞു, മിൻ ഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന്, അല്ലദീന കഫറു അവിശ്വസിച്ചവരായ, വകദ്ദബു വ്യാജമാക്കുകയും ചെയ്ത, ബിലിഖാഇൽ ആഖിറതി പരലോകത്തെ കാണുന്നതിനെ, വ അത്രഫ്നാഹും നാം അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്തിട്ടുള്ള, ഫിൽ ഹയാത്തി ദുനിയ ഐഹിക ജീവിതത്തിൽ, മാഹാദ ഇവനല്ല, ഇല്ലാ ബശറുൻ ഒരു മനുഷ്യനല്ലാതെ, മിസ്ലുക്കും നിങ്ങളെപ്പോലെയുള്ള, യഅ്കുലു അവൻ തിന്നുന്നു, മിമ്മ യാതൊന്നിൽ നിന്ന്, തഅ്കുലൂന നിങ്ങൾ തിന്നുന്നു, മിൻഹു അതിൽ നിന്ന് അഥവാ അങ്ങനെയുള്ളതിൽ നിന്ന്, വയശ്രബു അവൻ കുടിക്കുകയും ചെയ്യുന്നു, മിമ്മ തശ്രബൂൻ നിങ്ങൾ കുടിക്കുന്നതിൽ നിന്ന്. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് അവിശ്വസിക്കുകയും പരലോകത്തെ കാണുന്നതിനെ വ്യാജമാക്കുകയും ഐഹിക ജീവിതത്തിൽ നാം സൗഖ്യം നൽകുകയും ചെയ്തിട്ടുള്ളവരായ പ്രമുഖ സംഘം ഇപ്രകാരം പറഞ്ഞു, ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ എന്നല്ലാതെ മറ്റൊന്നും തന്നെയല്ല. നിങ്ങൾ തിന്നുന്നതിൽ നിന്ന് അവൻ തിന്നുകയും നിങ്ങൾ കുടിക്കുന്നതിൽ നിന്ന് അവൻ കുടിക്കുകയും ചെയ്യുന്നു. വചനം 34 വാക്കർത്ഥം. വലഇൻ അതഅ്തും നിങ്ങൾ അനുസരിച്ചുവെങ്കിൽ, ബഷറൻ ഒരു മനുഷ്യനെ, മിസ്ലക്കും നിങ്ങളെപ്പോലെയുള്ള, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ, ഇതൻ എന്നാൽ അപ്പോൾ, ലഖാസിറൂൻ നഷ്ടക്കാർ തന്നെ. وَلَئِنْ أَطَعْتُمْ بَشَرًا مِثْلَكُمْ إِنَّكُمْ إِذًا لَخَاسِرُونَ. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിശ്ചയമായും അപ്പോൾ നിങ്ങൾ നഷ്ടക്കാർ തന്നെയാണ്. വചനം 35 വാക്കർത്ഥം. അയഈദുക്കും അവൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നുവോ, അന്നക്കും നിങ്ങളാണെന്ന്, ഇദാമിത്തും നിങ്ങൾ മരണപ്പെട്ടാൽ, വകുന്തും നിങ്ങൾ ആകുകയും ചെയ്താൽ, തുറാബൻ മണ്ണ്, വഇദാമൻ എല്ലുകളും, അന്നക്കും മുഖ്റജൂൻ നിശ്ചയമായും നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുന്നവരാണെന്ന്. أَيَعِدُكُمْ أَنَّكُمْ إِذَا مِتُّمْ وَكُنْتُمْ تُرَابًا وَعِظَامًا أَنَّكُمْ مُخْرَجُونَ. നിങ്ങൾ മരിച്ച് മണ്ണും എല്ലുമായി തീർന്നാലും നിങ്ങൾ രണ്ടാമതും പുറത്തു കൊണ്ടുവരപ്പെടുന്നവരാണെന്ന് അവൻ നിങ്ങളോട് താക്കീത് നൽകുന്നുവോ? വചനം 36 വാക്കർത്ഥം. ഹൈഹാത്ത വിദൂരം അഥവാ അസംഭവ്യം, ഹൈഹാത്ത വിദൂരം, ലിമാ തുഅദൂൻ നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം. ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ. നിങ്ങളോട് താക്കീത് നൽകപ്പെടുന്ന കാര്യം വളരെ വിദൂരം വിദൂരം. വചനം 37 വാക്കർത്ഥം. ഇൻഹിയ അതല്ല, ഇല്ലാ ഹയാതുന നമ്മുടെ ജീവിതമല്ലാതെ, അദ്ദുന്യ ഐഹികമായ, നമൂതു നാം മരിക്കുന്നു, വനഹ്യ നാം ജീവിക്കുകയും ചെയ്യുന്നു, വമാ നഹ്നു നാം അല്ല തന്നെ, ബിമബഉസീൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബഊസീൻ. അത് ജീവിതമെന്നത് നമ്മുടെ ഐഹിക ജീവിതമല്ലാതെ ഒന്നുമില്ല. നാം മരിക്കുന്നു, ജീവിക്കുകയും ചെയ്യുന്നു, നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല തന്നെ. വചനം 38 വാക്കർത്ഥം. ഇൻഹുവ അവൻ അല്ല, ഇല്ലാ റജുലുൻ ഒരു പുരുഷൻ അല്ലാതെ, ഇഫ്തറ കെട്ടിച്ചമച്ച, കെട്ടിപ്പറയുന്ന, അലല്ലാഹി അല്ലാഹുവിൻ്റെ മേൽ, കദിബൻ കളവ്,
വമാ നഹ്നു നാം അല്ല തന്നെ ലഹു അവനെ ബിമുഅ്മിനീൻ വിശ്വസിക്കുന്നവർ. إن هو إلا رجل افترى على الله كذبا وما نحن له بمؤمنين. ഇവൻ അള്ളാഹുവിൻ്റെ മേൽ വ്യാജം കെട്ടിച്ചമയ്ക്കുന്ന ഒരു പുരുഷനല്ലാതെ ഒന്നും അല്ല, നാം അവനെ വിശ്വസിക്കുന്നവരല്ല തന്നെ. 33 മുതൽ 38 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നാം ജനിച്ചുണ്ടാകുന്നു, കുറെ കഴിയുമ്പോൾ മരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കൂട്ടർ വീണ്ടും ജനിക്കുന്നു എന്നല്ലാതെ മരിച്ച ശേഷം ജീവിക്കുക എന്ന പ്രശ്നമേയില്ല. ഇവൻ എന്തൊക്കെയോ കെട്ടിപ്പറയുകയാണ്, അവനെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല എന്നാണവർ പറയുന്നത്. ഇങ്ങനെ തൻ്റെ ജനത വിശ്വസിക്കുവാൻ ഭാവമില്ലെന്നും നിഷേധത്തിലും അവിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാൻ തന്നെ തീർച്ചയാക്കിയിരിക്കുകയാണെന്നും ഹൂദ് നബിക്ക് ബോധ്യമായി.